സ്കൂളൊക്കെ തുറന്നില്ലേ? ഇനി ഹോംവർക്കൊക്കെ കിട്ടി തുടങ്ങില്ലേ? അപ്പൊ നമുക്ക് ആ ഹോംവർക്കൊക്കെ എഴുതിയെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു ബുക്ക് വേണം. അതാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പഴയ ബുക്ക് ഉണ്ടാവില്ലേ, വരയിട്ട ബുക്കിന്റെ എടുത്തോളൂ കേട്ടോ. ഇതുപോലെ ചെറിയ പീസുകളായിട്ട് കീറിയെടുക്കുക. പിന്നെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ കൂടി വേണം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് കളർ ചാർട്ട് പേപ്പർ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ ആ എടുത്തിരിക്കുന്ന ആ പേപ്പറിന്റെ ഒരു അളവ് നോക്കിയിട്ട് അത് ഇങ്ങനെ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിന്റെ തുമ്പൊക്കെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഞാനിതിൽ കട്ട് ചെയ്ത് കണ്ടോ, 4 വശത്തും റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാർട്ട് പേപ്പർ ഇല്ലാന്ന് വെച്ച് വിഷമിക്കേണ്ട, എന്തെങ്കിലും കട്ടിയുള്ള വൈറ്റ് കളർ പേപ്പർ ഒട്ടിച്ചിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്താലും മതി. ചെറിയ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് എടുക്കണം കേട്ടോ. എന്നിട്ട് അതിൽ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ വരയ്ക്കുന്ന ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതും വരച്ചു കൊടുക്കാം. അപ്പോൾ ബ്രഷ് പെൻ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുക്കുന്നത്. നമ്മൾ ലൈറ്റ് ഷെയ്ഡ് ഇല്ലേ, പേസ്റ്റൽ കളർ, അതാണ് എടുക്കുന്നത്. അതിലൊരു പിങ്ക്, ഗ്രീന്, പിന്നെ പർപ്പിള്, യെല്ലോ ഒക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വെറുതെ ഇതാ ഇങ്ങനെ വട്ടം വരച്ചു കൊടുക്കുക കേട്ടോ. ഈ കളറുകളൊക്കെ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്തടുത്ത് ഓരോന്നോരോന്ന് വരുന്ന രീതിയിൽ. പിന്നെ ഞാൻ അതിന്റെ സെന്ററിൽ നമ്മൾ ഹോംവർക്ക് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2 വര വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ബ്രഷ് പെണ്ണിന്റെ അതേ കളറുള്ള പേനകളാണ്. ഇനിയിപ്പോൾ പേന ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, നമ്മൾ സ്കെച്ച് പേന ഉണ്ടാവില്ലേ, ആ സ്കെച്ച് പേന എടുത്താൽ മതി. അതിൻ്റെ തുമ്പും കൊണ്ട് ലൈറ്റായിട്ട് ഇങ്ങനെ ആ ഔട്ട്ലൈൻ ആയിട്ട് ഇങ്ങനെ വെറുതെ വരച്ചു കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ ആയാലും നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കിട്ടും. ഇനി നമ്മൾ അതിന്റെ നടുവില് ഹോംവർക്ക് എന്ന് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഞാനൊരു ഗ്ലിറ്റർ പെന്ന് കൊണ്ടാണ് എഴുതി കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് പെന്നാണോ ഉള്ളത്, അത് ഗ്ലിറ്റർ പെൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് എഴുതി കൊടുക്കുക, ഇല്ലെങ്കിൽ സാധാരണ പെന്ന് കൊണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് അതിന്റെ ഭംഗിയൊന്നും കുറയില്ല. അറിയാവുന്ന രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തും കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഞാനിവിടെ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ സ്റ്റിക്കറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ. മുകളിലൊരു വലിയ സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു, അടിയിൽ ഒരു കുഞ്ഞ് സ്റ്റിക്കർ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പേപ്പറുകളെല്ലാം എടുത്തിട്ട് അതിൻ്റെ മുകളിൽ പശ ഇങ്ങനെ തേച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ആ കാർഡ്ബോർഡിൻ്റെ ഉള്ളിൽ നടുവിലായിട്ട് പതുക്കെ വെച്ചിട്ട് അതൊന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ പേജുകളെല്ലാം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒട്ടിയിരുന്നോളും, കറക്റ്റായിട്ട് ഇരുന്നോളും. നമുക്ക് ഒന്നിനൊന്നിനും ഇങ്ങനെ ഒട്ടിയിരുന്നോളും. ആ മുകളിലല്ല ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. വെറുതെ ഇങ്ങനെ ചെറിയ ഇങ്ങനെ സ്ക്വയറുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നിങ്ങനെ എഴുതാനുണ്ടല്ലോ. പിന്നെ ഡേറ്റ്, നമ്മൾ ഏത് ദിവസത്തെ ഹോംവർക്കാണോ ആ ഡേറ്റ് നമുക്ക് എഴുതാം. അതിന് ഡേറ്റ് ഇപ്പോൾ ഹോംവർക്ക് കിട്ടുമ്പോൾ എഴുതിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഡേറ്റ് ഒന്ന് വെറുതെ എഴുതണുള്ളൂ. പിന്നെ അടിയിലൊരു ഭംഗിക്ക് വേണ്ടി കുഞ്ഞൊരു സ്റ്റിക്കറും കൂടി ഞാൻ ഒട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ പേജ് കാണുന്നത് പ്രത്യേക ഭംഗിയില്ലേ. അങ്ങനെ എല്ലാ പേജിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഹോംവർക്കൊക്കെ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ കാര്യങ്ങൾക്കൊക്കെ ഇരിക്കാൻ കേട്ടോ. അപ്പൊ എങ്ങനെയാ, നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ഇതുപോലുള്ള ക്രാഫ്റ്റുകൾ ഏതൊക്കെയാ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കമന്റ് ചെയ്ത് അറിയിച്ചാൽ മതി, നമുക്കതൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.